ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 6 വേക്കൻസി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസീസ് പ്രതീക്ഷിക്കാം. അതോടൊപ്പം നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ജൂൺ 22 ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ നോക്കിയിരിക്കാതെ നേരത്തെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്തിടൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനും നിങ്ങൾക്ക് 2 കോഴ്സ് കിട്ടാണ്. നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ ഓൾറെഡി നേരത്തെ വിളിച്ച കോഴ്സാണ്. നമ്മുടെ ഡെമോൺസ്ട്രേറ്ററും അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. ഒരുമിച്ചുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് സിലബസ് നോക്കാം. പഴയ സിലബസ് നമുക്ക് നോക്കാം. മാത്സ് നമുക്കറിയാം, ബേസിക് സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. ടെക്നിക്കൽ മാത്സിൽ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രൈഗ്നോമെട്രിക് ഫങ്ഷൻസ്, കോർഡിനേറ്റ് ജോമെട്രി, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇത്രയാണ് നമ്മുടെ മാത്സിൽ. നമ്മുടെ ബേസിക് മാത്സ് തന്നെയാണ്. നമ്മളെല്ലാം നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അതുപോലെ ലെക്ചറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം മാത്സ് തന്നെയാണ്. അടുത്ത് വരുന്നത് മൊഡ്യൂൾ 2 വരുന്നത് ബേസിക് സിവിൽ. അതിൽ മെറ്റീരിയൽസ് പഠിക്കാനുണ്ട്. അതിൽ ബ്രിക്ക്, ഓരോരോ മെറ്റീരിയൽ, ബ്രിക്കുണ്ട്, സ്റ്റീലുണ്ട്, സിമെൻ്റ് ഉണ്ട്, അഗ്രിഗേറ്റ്സ് ഉണ്ട്, കോൺക്രീറ്റ്, വർക്കബിലിറ്റി ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷനും ടൈപ്സ്, ബ്രിക്ക് മേസണറിയും, ഡിഫറെൻറ്റ് ബോൺസ് അതൊക്കെ പഠിക്കാനുണ്ട്. സർവേയിങ്, ഡിഫറെൻറ്റ് ചെയിൻ സർവേയിങ് ആണ് കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. പിന്നെ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സും ഡിഫറെൻറ്റ് ടൈപ്സും മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്ത് വരുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നത് നമ്മുടെ IC എഞ്ചിൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻസിനെ കുറിച്ചും പവർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ബേസിക് മെക്കാനിക്കൽ വരുന്നത്. ബേസിക് ഇലക്ട്രിക്കലാണെങ്കിൽ നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി ആയാലും ഇലക്ട്രിക് കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, സപ്ലൈ ആൻഡ് ലോഡ് ആൻഡ് ഫങ്ഷനിങ്, കറണ്ട് ഡിവിഷൻ റൂള്, പാരലൽ സീരീസ് സർക്യൂട്ട്, DC സർക്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, അതായത് AC ഫണ്ടമെൻറ്റൽസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ എർത്തിങ്ങും ലൈറ്റിംഗ് പൊട്ടൻഷ്യൽ. അടുത്ത് വരുന്നത് നമ്മുടെ എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ പഠിക്കാനുള്ള ആക്റ്റീവ് പാസീവ് ഡിവൈസസിന് LED കുറിച്ചും SMBS, SMDS, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതും പിന്നെ സ്വിച്ചസിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ മൈക്രോ കൺട്രോളേഴ്സ്, മൊബൈൽ ടെക്നോളജി, ഇൻവെർട്ടർ ആൻഡ് UPS, വേസ്റ്റ്. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. അടുത്ത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു ടോപ്പിക്കിലോട്ട് വരാണ്. ട്രാൻസ്ഡ്യൂസേഴ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനും, ടെലമെട്രി സിസ്റ്റം, ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതാണ് ഒരു മൊഡ്യൂളിലുള്ളത്. അടുത്ത മൊഡ്യൂൾ വരുന്ന ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഡിവൈസസ്, കുറിച്ച് പഠിക്കണം. തെർമോമീറ്റർ, തെർമിസ്റ്റർ, അതുപോലെ തന്നെ റേഡിയൻ പൈറോമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഡിറ്റക്ടേഴ്സ്, തെർമോകപ്പിൾ, ലെവൽ മെഷർമെൻ്റ് ഉണ്ട്, പ്രഷർ മെഷർമെൻ്റ് ഉണ്ട്, ഫ്ലോ മെഷർമെൻറ്റ്, വിസ്കോസിറ്റി മെഷർമെൻറ്റ്. ഇത്രയാണ് ഒരു മൊഡ്യൂളിൽ വരുന്നത്. അടുത്ത മൊഡ്യൂളിൽ വരുന്ന പ്രോസസ് കൺട്രോൾ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം, പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്, പാരാമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് കൺട്രോളേഴ്സ്, PI, PD, PID കൺട്രോളേഴ്സിനെ കുറിച്ച്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ്, പ്രോസസ് കൺട്രോളിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്, കൺട്രോൾ വാൽവ്സ്, പ്രോസസ് കൺട്രോൾ സ്ട്രാറ്റജീസ്, സ്കാഡ സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ അടുത്ത മൊഡ്യൂൾ വരുന്നത് ന്യൂമറിക്കൽ കൺട്രോൾ ആണ്. പിന്നെ മോഷൻ കൺവേർട്ടേഴ്സ്, റോബോട്ടിക്സ് ഉണ്ട്, കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ടൈം റെസ്പോൺസ് അനാലിസിസ്, പവർ ഡിവൈസ്, SCR, ട്രയാക്ക്, ഡയാക്ക്, ട്രിഗറിംഗ് കമ്മ്യൂട്ടേഷൻ ഓഫ് SCR, കൺവേർട്ടേഴ്സ്, AC കൺട്രോളർ, ഇൻവെർട്ടേഴ്സ്, AC ആൻഡ് DC ഡ്രൈവ്സ് ഉണ്ട്. അടുത്ത മൊഡ്യൂൾ ബയോ ഇലക്ട്രിസിറ്റിയാണ് പഠിക്കുന്നത്. അത് ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റ്, ബ്ലഡ് ഫ്ലോ മീറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ലേസേഴ്സിനെ കുറിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകൂ. നിങ്ങളിപ്പോൾ തന്നെ സമയം വേസ്റ്റ് ആക്കാതെ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, താങ്ക്